ഹായ് ഹലോ നമസ്തേ. അഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? സുമതി വളവിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലറിന്റെ റിയാക്ഷൻ ആണ്. നമുക്ക് ട്രെയിലറിലോട്ട് പോവാം. കമോൺ. കുറച്ചും കൂടെ പോകില്ല. ജംപ് സ്പേസ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഒരു പടം. എവിടെ സാന്ത്വനത്തിന്റെ നടി എനിക്കറിഞ്ഞൂടാ. അവ കാണോ എവിടെയുണ്ടാ ട്രാക്ക് മാറിയതാണ്ടാ. ഒടിയനാ ഞാനിവിടെ ക്യാമറ ഉണ്ടോട്ടാ. ബാക്കിൽ കണ്ടായിരുന്നോ? ഞാൻ അത് കണ്ടിട്ടാണ് ഓടിയെന്ന് അതാരടാ? സുമതി. അതാണ് സുമതി. സുമതി അല്ല നല്ല സീരിയൽ നമ്മളിപ്പോ ഒറിജിനൽ സുമതി വളവിലാണ് ഷൂട്ട് ചെയ്തത് അല്ലല്ലേ? വേറെ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റൂല, കാരണം അതിപ്പം മാറിയില്ലേ ഫുള്ള് റോഡ്. പക്ഷേ ഇവരുമായിട്ട് നമുക്കും ഒരു കഥ ഉണ്ടല്ലേ? അത് പറഞ്ഞല്ലേ, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു എപ്പിസോഡിൽ നമ്മള് പറയാം. അതിനി വന്നത് അതല്ല ഞാൻ പറഞ്ഞ എടാ, സുമതി വളവ് സിനിമ ടീമിന് വേണ്ടി നമ്മളത് ഇത് അയച്ചു കൊടുത്തത് ഒരു ചെറിയ ക്ലിപ്പ്. അതിപ്പോഴും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. നമ്മളൊരു കൊളാബം ചെയ്തില്ല, ടാഗിലുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട് വീഡിയോ. നമ്മള് ചെയ്തൊരു ഹൊറർ വീഡിയോ അവർക്ക് നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തു. അന്ന് കോമ്പറ്റീഷൻ ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ ചെറിയ ഇതുപോലെ പണ്ട് മറ്റേ മാർക്കോരോ ഇത് ചെയ്ത കണക്ക് സാധനം കൊള്ളാത്. പക്ഷെ ഇത് ഞാൻ എത്ര വിചാരിച്ചില്ല. അടിപൊളി സാധനം. എന്തായാലും ഓഗസ്റ്റ് 1 കാണണം. മാളികപ്പുറത്തിലെ മേക്കേഴ്സ് അല്ലേ? ഓ എടാ, എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തിനും ആ ഈ നൈറ്റിലൊരു ഫൈറ്റ് ഉണ്ടല്ലോ ഉണ്ണി മോന്തന്റെ, അത് സൂപ്പർ ആയിരുന്നു. ലൈറ്റിങ് മറ്റേ ഡയറക്ടർ പുതിയ ആളാണ്. അല്ല എടാ ഇതേ പിന്നെ ഞാൻ ചോദിച്ചത് ഗോകുലം മൂവീസ് എന്ന് കാണിച്ചിരുന്നു. ഇത് മാളികപ്പുറം മറ്റേ വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസ് അല്ലേ ഇരുന്ന? തന്നെ അല്ലേ? പക്ഷേ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം മാളികപ്പുറം ചെയ്ത ടീമായിട്ട് മാളികപ്പുറത്തിന്റെ ആളാണെന്ന് തോന്നുന്നത്. ഇത് മേക്കേഴ്സ് എല്ലാം മാളികപ്പുറത്തെ ആൾക്കാരാണ്. റൈറ്റർ അഭിലാഷ് പിള്ളേ, അത് മാളികപ്പുറത്തിന്റെ ഡയറക്ടർ, ഇതിലെ റൈറ്റർ. അപ്പൊ പിന്നെ എന്താണ് മൊത്തത്തിൽ പിന്നെ മറ്റേ കൊച്ചു ഉണ്ടായിരുന്നല്ലോ ഷൈജുക്കുറുപ്പുണ്ട്. പിന്നെ മൊത്തത്തിലൊരു എന്താണ് ഫുള്ളായിട്ട് നമ്മൾ ഇത്ര വിചാരിച്ചില്ല. സത്യം പറയല്ലേ, ട്രെയിലർ ജസ്റ്റ് നമ്മൾ റിയാക്ഷൻ ചെയ്ത് വിടാന്നുള്ളതായിരുന്നു. പക്ഷെ അല്ല എടാ, എനിക്ക് തോന്നുന്നത് ഇതൊരു ഗ്രാമത്തിൽ ഒരു പയ്യൻ ഉണ്ടാവുന്ന മീൻസ് സ്വപ്നം കാണുമ്പോ അത് പിന്നെ യാഥാർത്ഥ്യമായി വരണമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആയിപ്പോയി. എനിക്ക് എന്താ ഞാൻ ടീച്ചർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് മറ്റേ നമ്മുടെ സൽസ മുക്കില്ലേ, അതുപോലെയാണ് ടീച്ചർ കണ്ടപ്പോ തോന്നുന്നത്. ഒരു ഗ്രാമം, ഒരു പയ്യെ കുറെ പിള്ളേരടുത്ത് കുറെ നുണക്കഥകൾ പറയാണ്. അവർ
ചേട്ടത്തിക്ക് അത് ഇഷ്ടപ്പെട്ട് ചേട്ടാ അത് എന്തരായെന്നൊക്കെ ചോദിക്കണം. പിന്നീട് അവ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെ എനിക്കാണ് മറ്റേ ചെറുക്കൻ അല്ല മറ്റേ ഒരു പെണ്ണ് ചോദിക്കില്ല നിങ്ങൾ ആണാണെങ്കിൽ രാത്രി ഒന്ന് പോയി നോക്കാൻ പറഞ്ഞ സുമതിയോട്, അങ്ങനെയാണെങ്കിൽ അവര് പോണേണോ ചിലപ്പോ അങ്ങനെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേറെ എന്തൊക്കെ ജീപ്പ് കത്തി പോകുന്നുണ്ട്. പിന്നെ മാളികപ്പുറത്തിന് അവരുടെ ഇൻസ്റ്റാ പേജിൽ അവര് കാട്ടിക്കൂടെ കുറെ പട്ടികളൊക്കെ ഓടുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാട്ടിനകത്തുള്ള ഒരു നല്ല ഷോട്ടുകളൊക്കെ ഷോട്ടുണ്ട് എന്തായാലും. അപ്പൊ അതൊക്കെ കൊള്ളാം അതെ ട്രെയിലർ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ട്രെയിലർ ആയിരുന്നു. പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓഗസ്റ്റ് 1-നല്ലേ റിലീസ്? ഓഗസ്റ്റ് 1-നാണ് റിലീസ്. അപ്പൊ എന്താണ് അപ്പൊ പുതിയ ഓക്കെ കാരണം ഈ ഇത്രയും ദിവസം ഒരു പടങ്ങളും ഇല്ലായിരുന്നു. ഇത്രയും നാൾക്ക് ശേഷം ഒരു അപ്ഡേറ്റ് വന്നു. ഇപ്പൊ ഓഗസ്റ്റ് തൊട്ട് അങ്ങോട്ട് പടങ്ങളോട് പടം. കൂലിയുണ്ട്, പിന്നെ ഹൃദയപൂർവ്വമുണ്ട്, ഓടുമൂല ചാടുമൂലുണ്ട്, നല്ല പടമായിരിക്കും. അപ്പൊ എന്താണ് അപ്പൊ ഓഗസ്റ്റ് 1-ന് പടം കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോ എന്താണ് പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.